ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയൻ സ്ക്വാഡ്. ഇന്ന് നമ്മൾ നോക്കുന്ന ഡിവിഷൻ 1 മാച്ച് ഗെയിം പ്ലേ ആണ്. അതായത് ഓപ്പോണൻ്റ് വേൾഡ് റാങ്ക് 17 ഓപ്പോണൻ്റാണ് എനിക്ക് കിട്ടിയത് ഡിവിഷൻ 1-ൽ. അപ്പോൾ അതുമായിട്ടുള്ളൊരു ഗെയിം പ്ലേ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു, പക്ഷേ അത് നഷ്ടപ്പെട്ടു. ഏതാണെന്ന് വെച്ചാൽ പകുതി റെക്കോർഡായുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഹൈലൈറ്റ് എടുക്കാമെന്ന് വെച്ചു. ഇതാണ് അതിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളും. കളി 2-3 ജയിച്ചു. എനിക്ക് ഈ അടുത്തൊന്നും ഇത്ര നല്ലൊരു ഓപ്പോണൻ്റ് നല്ലൊരു മാച്ച് കിട്ടിയിട്ടില്ല. അടിപൊളിയായിരുന്നു. ഇതാണ് ഹൈലൈറ്റ്. ഫസ്റ്റ് നമ്മളടിച്ച ഗോള് ഷെവ്ചെങ്കോ സ്റ്റീവൻ ജെറാർഡിൻ്റെ പാസ് ചിപ്പ് ചെയ്ത് ഗോളടിച്ചു. ഒരു ഗോളിൻ്റെ ലീഡ് എടുത്തു നമ്മൾ. നല്ലൊരു പാസ്സായിരുന്നു സ്റ്റീവൻ ജെറാർഡ്. ഇത് പക്ഷേ മാച്ച് മുഴുവൻ കിട്ടാത്തത് എനിക്ക് നല്ല നിരാശയുണ്ട്. റെക്കോർഡ് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇത് ഓപ്പോണ്ട് അപ്പോൾ തന്നെ തിരിച്ചടിച്ചു. A2-ലൂടെ ലീഡ് എടുത്തു. അടിപൊളി മാച്ചായിരുന്നു. എന്നുവെച്ചാൽ ഡിവിഷൻ 1 ഓപ്പോണ്ടാണ്. വേൾഡ് റാങ്ക് 17 എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാമല്ലോ. ഇത് നല്ല സേവ് ചെയ്യാൻ നോക്കി സ്മൈക്കിളുടെ കൈ തട്ടിയത് ഉള്ളിലേക്ക് തന്നെ കയറി. ഇത് വീണ്ടും നമ്മളടിച്ചത് ക്രൈഫിലൂടെ. സൂപ്പർ ക്രൈഫിൻ്റെ ഒരു അടിപൊളി പാസ്. ജസ്റ്റ് A2-ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യേണ്ട ആവശ്യം വന്നുള്ളൂ. രണ്ടാമത്തെ ഗോൾ നമ്മൾ ലീഡ് എടുത്തു. ഇത് വീണ്ടും നമ്മൾ ലീഡ് എടുത്തു. മൂന്നാമത്തെ ഗോളിൽ അതും ക്രൈഫ് തന്നെയാണ് അസിസ്റ്റ്. അതായത് ഷെവ്ചെങ്കോയുടെ ഒരു കേള്, അതായത് ലെഫ്റ്റ് ഫുട്ട് വീക്ക് ഫുട്ട് കൊണ്ട് അടിപൊളിയായിട്ട് കേൾ ചെയ്ത് നമ്മൾ 3-1 ലീഡ് എടുത്തു. എന്നുവെച്ചാൽ ഓപ്പോണ്ട് നല്ല മാച്ചായിരുന്നു കേട്ടോ. ഓപ്പോണ്ട് അടിപൊളി. നമ്മൾ അതുപോലെ കളിച്ചുകൊണ്ടാണ് ഈ മാച്ച് ജയിച്ചത്. അപ്പം 3-1 ലീഡായി നമുക്ക്. പക്ഷേ നമുക്ക് മുഴുവൻ വീഡിയോ കിട്ടാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഓക്കെ, ഇതാണ് അവർ രണ്ടാമത്തെ ഗോൾ അടിച്ച് അടിപൊളി ഡബിൾ ടച്ച് പൊട്ടിച്ചു മത്തേഴ്സ്. അടിപൊളി, സൂപ്പർ. ഏതായാലും നമ്മൾ കളി ജയിച്ചു. എന്നുവെച്ചാൽ ഈ അടുത്തിടയ്ക്ക് ഇങ്ങനെയുള്ളൊരു ഓപ്പോണൻ്റ് എനിക്ക് ആദ്യമായിട്ട് എടുത്തത്. പിന്നെ നമുക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടിയിരുന്നു. അത് പക്ഷേ ഷെവ്ചെങ്കോ കറക്റ്റ് ഗോളിയുടെ റീസിലേക്ക് തന്നെ ഗോളി നിന്നിടത്തേക്ക് തന്നെ അടിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗോളിൻ്റെ ലീഡോടെ കിട്ടിയേനെ. ഏതായാലും മാച്ച് നമ്മൾ വിൻ ചെയ്തു. പിന്നെ ഇതാ ഞാൻ കാണിച്ചു തരാം സ്റ്റാറ്റും കാര്യങ്ങളും. ഇതാണ് ഓപ്പോണൻ്റ് സ്ക്വാഡ്. പഴയ ബിഗ് ടൈമാണ് മത്യാസിൻ്റെ കാർഡ്. നല്ല സ്ക്വാഡായിരുന്നു. നല്ലൊരു മാച്ചായിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഡിവിഷനിൽ നമ്മുടെ ഷെവ്ചെങ്കോ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. ഇതാണ് ഓപ്പോണൻ്റ് സ്ക്വാഡ്. കണ്ടില്ലേ, ഡിവിഷൻ 1 17 റാങ്കിൽ വന്നിട്ടുള്ളതാണ്. അടിപൊളി സ്ക്വാഡാണ്. ക്വിക്ക് കൗണ്ടറാണ് കളിക്കുന്നത്. ഓക്കെ, കുറഞ്ഞ 2 പ്ലെയർ ഇട്ടിട്ടുണ്ട് റേറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി. ഓക്കെ, എന്നിരുന്നാലും നല്ലൊരു മാച്ച് കിട്ടി നമുക്ക്. അപ്പം ഇത് ഇപ്പം മുഴുവൻ കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ നമ്മൾ ഹൈലൈറ്റ്സ് എടുത്തത്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.